കോഴിക്കോട് വടകരയിൽ തെരഞ്ഞെടുപ്പ് ജോലിക്കെത്തിയ BSF ജവാൻ സഹപ്രവർത്തകന്റെ വെടിയേറ്റ് മരിച്ചു. രാജസ്ഥാൻ സ്വദേശി രാജ്ഗോപാൽ മീണയാണ് കൊല്ലപ്പെട്ടത്. സഹപ്രവർത്തകൻ ഉമേഷ് പാൽ സിംഗ് വെടിയുതിർത്ത ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു. റോഡ് മാർഗം രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അവധി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. രാജസ്ഥാൻ സ്വദേശി രാജ്ഗോപാൽ മീണയാണ് സഹപ്രവർത്തകന്റെ വെടിയേറ്റ് മരിച്ചത്. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ കഴിഞ്ഞ് മറ്റുള്ളവർ ടെന്റിലേക്ക് നീങ്ങിയ സമയത്ത് ഓഫീസിൽ വെച്ച് ഉമേഷ് പാൽ സിംഗ് നിറയൊഴിക്കുകയായിരുന്നു. 8 തവണ വെടിവെച്ച് ഉമേഷ് പാൽ സിംഗ് ചുറ്റുമതിലെടുത്തു ചാടി രക്ഷപ്പെട്ടു. വെടിവെച്ച തോക്കും വസ്ത്രവും സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വെടിയേറ്റ രാജ്ഗോപാൽ മീണ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. വലിയ ശബ്ദത്തോടെയാണ് വെടിവെപ്പുണ്ടായതെന്ന് സമീപവാസികൾ പറഞ്ഞു. 5-6 തവണ വെടിയുണ്ടായി. അത് പ്രാക്ടീസ് ആണെന്ന് കരുതി ഞങ്ങളൊക്കെ വിട്ടു. തിരിച്ചൊരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു വണ്ടി താൽക്കാലിക ടെമ്പറേക്ക് വെച്ചൊരു പോലീസിൻ്റെ വണ്ടി ഓർൺ അടിച്ചുകൊണ്ട് സീരിയസിൻ്റെ ഒരു പോക്ക് കണ്ട് പോയി തിരിച്ചുകൂടെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിൽ ടെമ്പററി വെച്ചിരിക്കുന്ന ബസ്സിലെ ഡ്രൈവർമാർ ഇറങ്ങി ഓടുകയും അവരോട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉള്ളിൽ നിന്ന് വെടിവെടുത്തി ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്, അയാളെയും കൊണ്ടുപോയതാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ടായി. വടകര സഹകരണ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടിക്രമങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും. അവധി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതക കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്ന് BSF ദക്ഷിണ മേഖല ചീഫ് കമാൻഡന്റ് പറഞ്ഞു. Preliminary information is to this now, and other information we will get after reaching that spot. It is an assault attempt. You can say he has been shot. വടകര ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ പയ്യോളി വടകര CIമാരാണ് പ്രതിക്കായി തിരച്ചിൽ നടത്തുന്നത്. പ്രതി റോഡ് മാർഗം ലോറിയിൽ രക്ഷപ്പെട്ടുവെന്നാണ് നിഗമനം. ക്യാമ്പിൽ നിന്നും കണ്ടെടുത്ത മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പഴുതുകൾ അടച്ചുള്ള സുരക്ഷയ്ക്കായി എത്തിയ കേന്ദ്ര സേനയിൽ തന്നെ കലഹങ്ങളുണ്ടായി ഒരാൾ കൊല്ലപ്പെടുമ്പോൾ നാട്ടുകാരിൽ ആശങ്ക ബാക്കിയാകുന്നു. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയുണ്ടായ അപ്രതീക്ഷിത സംഭവം പോളിംഗിനെ ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുകയാണ് കേന്ദ്രസേനയും പോലീസും. വടകരയിൽ നിന്നും അരുൺ മാത്യുവിനൊപ്പം ഷെഫീഖ് തച്ചുപറമ്പൻ, റിപ്പോർട്ടർ.